പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ, പ്രത്യേകിച്ച് ഡൽഹിയിലായിരിക്കുമ്പോഴാണ്, മറ്റ് ടൂർ പോകുമ്പോഴല്ല, ഡൽഹിയിലായിരിക്കുമ്പോൾ മുൻ സീറ്റിൽ പ്രധാനമന്ത്രി ഡ്രൈവറും ഉണ്ടായിരിക്കും. പിൻസീറ്റിൽ ഫയലുകളുമായി ഒരു വനിതയുണ്ട്. ആരാണ് ഈ വനിത? ആരാണ് ഈ വനിതയെ അപ്പോയിൻ്റ് ചെയ്തത്? എന്താണ് അവരുടെ യോഗ്യത എന്നുള്ളത് വലിയ ചർച്ചയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ. അതീവ സുരക്ഷാ സന്നാഹമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാറിൻ്റെ പിൻസീറ്റിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഡോർ തുറന്നു കൊടുത്തിറങ്ങുന്ന ഒരു വനിതയുണ്ട്. അവർ പ്രധാനപ്പെട്ട ആരോ ആണ്. അവരുടെ പേര് നിധി തിവാരി എന്നാണ്. എന്താണ് ഈ വനിതയ്ക്ക് പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യം എന്നുള്ളതും വളരെ ചർച്ച വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള പ്രൈവറ്റ് സെക്രട്ടറി ആണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനം അറിയുന്ന നിർണായകമായ വ്യക്തികളിലൊരാളാണ് ഈ ഞാൻ ഈ പറഞ്ഞ വനിത നിധി തിവാരി. ഇവർ ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രിയുടെ ലോക്സഭാ മണ്ഡലം വാരാണസിക്കടുത്തുള്ള മഹമൂർഗഞ്ചാണ് നിധിയുടെ സ്ഥലം. നിധി തിവാരിയുടെ ഭർത്താവ് ഡോക്ടർ സുശീൽ ജയ്സ്വാളിൻ്റെ നാട്. 2014 നരേന്ദ്രമോദി ആദ്യമായി വാരാണസിയിൽ നിന്ന് ജനവിധി തേടുമ്പോഴാണ് നിധി തിവാരി പരിചയപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയായ നിധിക്ക് എഴുതിയ പരീക്ഷകളിലെല്ലാം 1ാം റാങ്ക് സ്വർണ്ണ മെഡൽ തിളക്കമായി വിജയിച്ച ചരിത്രമുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ബയോ കെമിസ്ട്രിക്ക് പഠിക്കുമ്പോഴാണ് അവർ സുശീലിനെ പരിചയപ്പെട്ടതും വിവാഹം കഴിച്ചതും. പ്രണയ വിവാഹമായിരുന്നു. പിന്നീട് വിവാഹം നടന്നത്. 2007 ഭാഭ അറ്റോമിക് റിസർച്ച് സെൻ്ററിൽ ശാസ്ത്രജ്ഞയായി മഹാരാഷ്ട്രയിൽ ജോലിയിൽ പ്രവേശിച്ചു. അവിടുത്തെ പരിശീലന കാലാവധി പൂർത്തിയാക്കിയത് സ്വർണ്ണ മെഡലോടെയാണ്. അപ്പോൾ മിടുക്കിയാണ് നിധി തിവാരി. 2008 മകൻ ജനിച്ചു. പക്ഷേ ജനസേവനമെന്ന ആഗ്രഹം അപ്പോഴും നിധിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ 8 ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതി കൊമേഴ്സ്യൽ ടാക്സ് അസിസ്റ്റൻറ്റ് കമ്മീഷണറായി ജോലി നോക്കി. വാരാണസിയിലായിരുന്നു നിയമനം. 2013 സിവിൽ സർവീസ് എന്ന മോഹവുമായി പഠനം ആരംഭിച്ചത്. അതിനായി ഡൽഹിയിലെത്തി. ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് നേടുകയും ചെയ്തു. മുസൂറിയിലെ പരിശീലനം കണ്ട ആദ്യ ബാച്ചിലെ ടോപ്പറായിരുന്നു. അപ്പോൾ ആൾ വളരെ മിടുക്കിയാണ്. മോദി തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾ ചെറിയ ആളല്ല. സ്വർണ്ണ മെഡലോടെയാണ് സിവിൽ സർവീസ് പഠനം പൂർത്തിയാക്കിയത്. 2014 ബാച്ചിലെ IFS ഉദ്യോഗസ്ഥയായ നിധി വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇത്രയും മികച്ചൊരു പദവിയിലെത്തിയത്. വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന നിധി 2022 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയായി എത്തിയത്. അവർക്ക് 2023 ജനുവരിയിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സ്ഥാനം കൊടുത്തു. അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ക്യാബിനറ്റ് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഇവരെ നിയമിച്ചു. ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥകളിൽ ഒരാളാണ് നിധി. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ വിദേശകാര്യ സുരക്ഷാ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നു ഇവർ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ഡോക്ടർ അജിത് ഡോവലിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ ഭരണപരവും നയതന്ത്രമായ പ്രവർത്തനങ്ങളിലും സുരക്ഷാ കാര്യങ്ങളിലും നിധി തിവാരി ഇപ്പോൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ പ്രധാനമന്ത്രി ഇറങ്ങുമ്പോൾ തൊട്ടു പിറകിലത്തെ ബാക്ക് ഡോർ തുറന്നു കൊടുക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ആ ഡോർ തുറങ്ങുമ്പോൾ വളരെ ചെറുപ്പക്കാരിയായ ഒരു വനിത ഇറങ്ങി ഫയലുകളുമായിട്ടൊക്കെ ഇറങ്ങുന്നത് വലിയ വാർത്തയായിട്ടുണ്ട്. അപ്പോൾ ആരാണത് എന്നുള്ളതും ഒരു കൗതുകമാണ്. നിധി തിവാരിയാണ്. ആരാണ് ഈ നിധി തിവാരി? ഞാനീ പറഞ്ഞ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കിയ, പഠിച്ചിടത്തെല്ലാം സ്വർണ്ണ മെഡലോട് നേടിയ, IFS കാരിയായിട്ടുള്ള, വളരെ മിടുക്കിയായിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ പ്രതിരോധ മന്ത്രാലയത്തിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ വളരെ പെട്ടെന്ന് ജോലി കിട്ടുകയും പ്രധാനമന്ത്രിയുടെ മാനസപുത്രിയെപ്പോലെ വളരെ വലിയ രീതിയിൽ പ്രധാനമന്ത്രിയുടെ രഹസ്യങ്ങൾ പോലും പലപ്പോഴും സൂക്ഷിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരിൽ ഏറ്റവും പ്രമുഖയായി നിൽക്കുന്നതാണ് നിധി തിവാരി. ഉത്തർപ്രദേശിൽ നിന്നുള്ള ആളാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വാരാണസിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി മോദി കണ്ടെത്തിയ ആളാണ്. മോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇങ്ങനെ ഒരുപാട് ആളുകളെ മോദി കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തുന്നവരെ അർഹമായ സ്ഥാനത്ത് എത്തിക്കുകയും അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ജയശങ്കറും അശ്വനി വൈഷ്ണവിനെ പോലെയുള്ള RK സിംഗിനെ പോലെയുള്ളവരൊക്കെ മന്ത്രിസഭയിൽ വന്ന്, അൽഫോൺസ് കണ്ണന്താനം ഒക്കെ അങ്ങനെ വന്നു. റിച്ചാർഡ് ഹേ MP കേരളത്തിൽ നിന്ന് അതുപോലെ ഈ ന്യൂനപക്ഷക്കാരുടെ MP ആയി വന്നു. അങ്ങനെ ഒത്തിരി പേരെ ഈ സ്കില്ലുണ്ട്, കഴിവുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ മോദി അവരെ കൊണ്ടുപോയി കൃത്യമായി പൊസിഷൻ ചെയ്ത് പ്രയോജനപ്പെടുത്തുന്ന ഒരു കാഴ്ച മനോഹരമാണ്. അപ്പോൾ ആരും സംശയിക്കേണ്ട, മോദിയുടെ ബന്ധുവൊന്നുമല്ല ഈ നിധി തിവാരി. ഒരു IFS കാരിയാണ്. പക്ഷേ അതിമിടുക്കിയായതുകൊണ്ട്, കഴിവ് കൊണ്ട് അവർ ഈ സ്ഥാനത്തെത്തിയതാണ്. മോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മോദിയുടെ കാറിൽ നിന്നിറങ്ങുന്ന ആ വിശിഷ്ട വനിത.